ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. സൂപ്പർ താരം നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി 2 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 120 മിനിറ്റുകൾ അദ്ദേഹം ആകെ കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊന്നുമല്ല ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം നിരവധി ഫൗളുകൾ നെയ്മർക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റുമോ എന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. 120 മിനിറ്റ് കളിച്ച നെയ്മർക്ക് ഇതിനോടകം തന്നെ 9 ഫൗളുകൾ നേരിടേണ്ടി വന്നു. അതായത് ഓരോ 13 മിനിറ്റിനിടയിലും നെയ്മർക്ക് ശരാശരി ഓരോ തവണ ഫൗളുകൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മുൻ ബ്രസീലിയൻ താരമായിരുന്ന സിലാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻപ് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സിലാസ്. നിലവിൽ ESPN ബ്രസീലിൽ കമന്റേറ്റർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുകയാണ് ഇദ്ദേഹം. നെയ്മറെ എന്തായാലും റഫറിമാർ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ സിലാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കളിക്കളത്തിൽ താരങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല റഫറിമാർക്കാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. താരങ്ങളെ സംരക്ഷിക്കാൻ റഫറിമാരോട് ആവശ്യപ്പെടണം. നെയ്മർ വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നെയ്മർ വളരെയധികം കാമാണ്, ശാന്തനാണ്. റഫറിമാരുടെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം തർക്കങ്ങൾ ഒന്നും കൂടാതെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നല്ല രീതിയിൽ കളിക്കാൻ അനുവദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാവിയാണ് അദ്ദേഹം. വേൾഡ് കപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. നെയ്മറെ ഏറ്റവും മികച്ച രൂപത്തിൽ ആ വേൾഡ് കപ്പിൽ നമുക്ക് ആവശ്യമുണ്ട്. ഫുട്ബോളിന്റെ അന്തസത്ത, എസൻസ് ഇത്തരം താരങ്ങളിലാണ് ഉള്ളത്. നെയ്മറെ നമ്മൾ എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് സിലാസ് പറഞ്ഞിട്ടുള്ളത്. അതായത് പരിക്കുകളൊന്നും ഏൽപ്പിക്കാതെ നെയ്മറെ മികച്ച രൂപത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇദ്ദേഹം റഫറിമാർക്ക് നൽകിയിട്ടുള്ളത്. ഇത്രയധികം ഫൗളുകൾ നേരിടേണ്ടി വരുമ്പോൾ നെയ്മറുടെ ഒരു പ്രകൃതം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരു വലിയ പ്ലാനുകളാണ് നെയ്മറുടെ മുന്നിലുള്ളത്. ഈ ഒരു 5 മാസക്കാലം ബ്രസീലിൽ കളിച്ചതിന് ശേഷം യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവാനുള്ള ഒരു പ്ലാനുകൾ നെയ്മർക്കുണ്ട്. പക്ഷേ പരിക്കുകളൊന്നും പറ്റാതെ അദ്ദേഹം ദീർഘകാലം കളിക്കളത്തിൽ തുടരണേ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.